കേട്ട് ഞാൻ കേട്ടു എന്തോ പൊക്കി അടിയാണല്ലേ അനന്തനാണ് എപ്പോഴും അടി കിട്ടുന്നത്. അടിയൊക്കെ കുറെ റീടേക്ക് എടുക്കുമോ? റീടേക്ക് എടുക്കും, ഒരുപാട്. ഹലോ നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോണം. പോടാ ഹലോ പറടാ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഇറങ്ങി നിൽക്കും, നീ വരണം. ഓടാ വരടാ. പിന്നെ ബൈക്ക് നമ്മളിങ്ങനെ ആൾക്കാര് നമ്മുടെ വീഡിയോ കണ്ട് ചിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഏതോ കൂടിയ സാധനം തന്നെ രാവിലെ വലിച്ചു കയറ്റിയിട്ടുണ്ട്. ഒറ്റ മൈൻഡ്, ഒരു മനസ്സും. ഫസ്റ്റ് വിഷ് ആണ് ഹാപ്പി ബർത്ത്ഡേ മൈ ബ്രദർ. ബ്രോ ഇപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇതാണ് ഇതിന്റെ ഒരു ഹാപ്പിനെസ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിൻഷ മോഹൻദാസ്. ചിരി നമ്മുടെയൊക്കെ ആയുസ് കൂട്ടുന്ന പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിരിക്കാൻ നമ്മളെ ഒരുപാട് പ്രേരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്നും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 4 യുവാക്കളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അവർ ചിരിപ്പൂരം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അനന്തു, ജിഷ്ണു, ആദിത്യൻ, അഭിജിത്ത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നമസ്കാരം. എങ്ങനെയാണ് ഇങ്ങനെ നമ്മളെയൊക്കെ ഇങ്ങനെ ചിരിപ്പിക്കാൻ പറ്റുന്ന, ഇത്രയധികം റിലേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഇടാൻ പറ്റുന്നത്? ഇതൊക്കെ നമ്മുടെ ലൈഫിൽ സ്ഥിരം നടക്കുന്ന സംഭവങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ ഒരു ഇതായിട്ട് ചെയ്യുന്നു. എന്താണ് ഒരു തമാശ പറഞ്ഞത്? എല്ലാരും ഒന്ന് സംസാരിക്കുക. നാട് ട്രിവാൻഡ്രം പാറശാല അതിന്റെ ഭാഗത്ത്. പിന്നെ പഠിച്ചത് അവിടെ തന്നെ അടുത്ത് തന്നെ IT-യിലായിരുന്നു. IT കഴിഞ്ഞ് ഇപ്പം വെറുതെ ജിഷ്ണു PSC കോച്ചിങ് നോക്കുന്നുണ്ട്, കിട്ടുമെന്ന് അറിഞ്ഞൂടാ, ട്രൈ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം തന്നെയല്ലേ? നമ്മള് തിരുവനന്തപുരമാണ്, എല്ലാവരും കസിൻ ബ്രദേഴ്സ് ആണ്. തിരുവനന്തപുരം പാറശാല പാറശാല അടുത്ത് പരിശീലനം എന്ന് പറയും. പരിശീലനം അങ്ങനെ എല്ലാവർക്കും വലുതായിട്ട് അറിയത്തില്ല. തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറശാലയാണ്, ആ ഒരു സോണിൽ പാറശാലയാണ് മെയിൻ ആയിട്ടുള്ള സ്ഥലം. അപ്പൊ ആര് ചോദിച്ചാൽ പാറശാല എന്ന് മാത്രമേ പറയാം. പരിശീലനാണ് നമ്മൾ ഒറിജിനൽ സ്ഥലം. ഏറ്റവും കുഞ്ഞനാണ് ഇതില്. ഞാൻ +1 പഠിക്കുന്നത് അവിടെ അമരോടെ സ്കൂള്. പിന്നെ ഒന്നുമില്ല. വേറെ +2 ഏതായിരുന്നു സബ്ജക്ട് എടുത്തത്? ഞാൻ ബയോളജി. ഞാൻ ഇപ്പൊ IT-ല് പഠിക്കും, നമ്മുടെ അവിടെ അടുത്ത് തന്നെ. എല്ലാരും IT എന്താ തെരഞ്ഞെടുക്കാൻ കാരണം? ഞാൻ +2 കഴിഞ്ഞിട്ട് അങ്ങനെ നിന്നപ്പം ഡിഗ്രി പോകാൻ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് പിന്നെ IT-ല് പോകുന്നതായിരുന്നു. 2 വർഷം ഉണ്ടായിരുന്നു IT-ല് പോകും. PSC ഗവൺമെന്റ് ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? ലക്ഷ്യം. പക്ഷേ എല്ലാരും ഇങ്ങനെ പറയാറില്ല, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നവര് സോഷ്യൽ മീഡിയ തന്നെ ഒരു പ്രൊഫഷനായിട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലേ? താല്പര്യമുണ്ട്. ഇത് നമ്മളെ ഫസ്റ്റ് ഇതേപോലെയൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മള് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരുന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഇതിലോട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഇങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. പിന്നെ ചെയ്ത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോയി. അങ്ങനെ പ്രൊഫഷൻ രീതിയിൽ അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ട് അങ്ങനെയൊന്നും. ഒരു മടിയാണോ എല്ലാവർക്കും? ഏറ്റവും കൂടുതൽ മടിയുള്ള ആള് ആരാ? അഭിജിത്താണ്. അതെന്താ അഭിജിത്ത് ഇത്ര മടി? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വിഷമമൊക്കെയുള്ള സമയത്ത് നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ എടുത്ത് കാണും, ചിരിച്ച് ഒറ്റക്കൊക്കെ ഇങ്ങനെ ചിരിക്കുന്നേ. ഈ നിങ്ങളെ കാണുമ്പോ തന്നെ ചിരി വരും. ആ ഒരു കണ്ടന്റ് കിങ് ആണ് നിങ്ങള്. അങ്ങനെയൊന്നുമില്ല. അല്ല, നമ്മളിങ്ങനെ ആൾക്കാര് നമ്മുടെ വീഡിയോ കണ്ട് ചിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ മെയിനായിട്ട് അങ്ങനെ വീഡിയോ അതിനു വേണ്ടിയാണല്ലോ നമ്മള് സമയം കണ്ടെത്തി ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ അംഗീകരിക്കുന്നു, ചിരിക്കുന്നു എന്ന് പറയുമ്പം അതിൽ പല സന്തോഷം. നമ്മളെ കൊണ്ട് ഒരാളെ ചിരിപ്പിക്കാൻ പറ്റിയ അതല്ലേ ഒരുപാട് സന്തോഷം. അതില് സന്തോഷം. ഇപ്പൊ സോഷ്യൽ മീഡിയ ലൈഫ്, ഇപ്പൊ നിങ്ങൾ ആദ്യമുള്ളൊരു ലൈഫ് ഉണ്ട്, അതിന്റെ അകത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് എല്ലാം മില്യൺ വ്യൂസ് അടിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെ നിങ്ങളോട്? നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. പിന്നെ വീട്ടുകാർക്കും പുറത്തൊക്കെ പോകുമ്പം നല്ല അഭിപ്രായമാണ്. വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറയും. നല്ല വീഡിയോയിൽ തന്നെ തുടരാനൊക്കെ പറയും. നാട്ടുകാര് സപ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് പറയുന്നവരും പോസിറ്റീവ് പറയുന്നവരുണ്ട്. അപ്പൊ നമ്മളും ഇങ്ങനെ ഇപ്പൊ ഇന്റർവ്യൂ ഇതേപോലത്തെ ഒരു ഇതിൽ അങ്ങനെ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ ചില ടൈമിൽ നമ്മളെ വീടിന്റെ അടുത്ത് ചെറിയ ലൊക്കേഷനിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ രാവിലെ 9 മണിക്കൊക്കെ ഇതേപോലെ ഓരോ കോണ്ടന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് രാവിലെ ജോലിക്ക് പോകുന്നവര് ജോലിക്ക് പോകും. അത് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ കാണും. അത് കഴിഞ്ഞ് തിരിച്ച് കഴിച്ചിട്ട് പോകുമ്പോഴും അവിടെ കാണും. തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴും അവിടെ കാണും. അപ്പൊ ഇവരെ ഈ നോട്ടവും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവരൊന്നും വേറൊരു പണിയില്ല, ആ ഒരു മൈൻഡിലൊക്കെ നോക്കുന്നവരുണ്ട്. നമ്മള് ആ ഒരു എന്റർടൈൻമെന്റ് അങ്ങനെ നമ്മളെ 4 പേരല്ല, കുറച്ച് പയ്യന്മാരുടെ ഉണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് ജോലി സംഭവങ്ങളായിട്ട് അവർക്ക് കുറച്ച് ബിസിയായി.
അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേര് സപ്പോർട്ടുണ്ട്. പിന്നെ കുറച്ച് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരും ഇവന്മാരെപ്പോഴും ഫസ്റ്റ് നമുക്ക് ക്യാമറ എന്ന സമയത്ത് നമുക്ക് ഫോണ് പോലെ നമുക്ക് ഹൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ക്യാമറ ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ എല്ലാവരും കാണുമ്പോഴത്തേക്ക് തന്നെ ചിലവർക്ക് ആ ഒരു ഇതടിക്കും എന്താണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഇതിൽ. പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് മനസ്സിലായി നമ്മൾ ഇതേപോലെ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്, അതൊന്നും ഇല്ല. എന്നാലും നമ്മുടെ നാട്ടിലുള്ളവർ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ നമ്മളെ ഫാമിലി ഒരുപാട് സപ്പോർട്ടാണ്. എൻ്റെ അമ്മയായിരുന്നാലും ഇവരെ വീട്ടിലുള്ളവരായിരുന്നാലും ഇവരെ വീട്ടിലുള്ളവരായിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട്. അവരെ ഇഷ്ടപ്പെടും. അവർക്ക് വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് തന്നെയാണ്. എന്താണ് പിന്നെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്ലസ് 2 ഒക്കെ പഠിക്കുമ്പോ അമ്മ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ പ്ലസ് 2 ആണ് ശ്രദ്ധിക്കണം, ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പോവല്ലേ എന്ന്? കേൾക്കൂല. സ്കൂളിൽ പഠിക്കാൻ പയ്യന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ എല്ലാം കൊള്ളാം അങ്ങനെയാണ്. വേറെ കുറെ പേരെല്ലാം പറഞ്ഞിട്ടുണ്ട്. പഠിക്കുന്ന പയ്യന്മാരൊക്കെ ഇങ്ങനെ പറയും വീഡിയോ കൊള്ളാം എന്നൊക്കെ പറയും. പിന്നെ നാട്ടിൽ വീട്ടിലുള്ളവരും പറയും. നമ്മൾ പുറത്തിറങ്ങിയാലും ഏറ്റവും കൂടുതൽ പേർക്ക് അറിയാന്നുള്ളത് എല്ലാരും വന്ന് കൂടുതലും വീഡിയോയുടെ കേസായിരുന്നാലും ചോദിക്കുമ്പോൾ എല്ലാരും കൂടുതൽ ചോദിക്കുന്നത് ഇവനെയാണ്. പക്ഷെ ഇവൻ മിണ്ടുന്നില്ലല്ലോ, കുട്ടി മിണ്ടുന്നില്ല. ഒന്ന് സംസാരിക്കൂ. ഞാൻ അങ്ങനെ ഇവന്റെ സ്വന്തം ചേട്ടനാണ്. ആണോ? സ്വന്തം ചേട്ടനാണ്. സ്വന്തം ചേട്ടനാണ് അഭിജിത്തും ആദിത്യനും. ചേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെ ഒന്ന് പറഞ്ഞു, ചേട്ടനെ കുറിച്ചൊന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം ഒരുമിച്ച് തന്നെ എപ്പോഴും നമ്മളെല്ലാം ഒരുമിച്ചൊക്കെ തന്നെ നടക്കുന്നത്. അപ്പം വേറെ ചേട്ടൻ എന്തെങ്കിലും ഉപദേശമൊക്കെ തരുമോ? അങ്ങനെയൊന്നുമില്ല. ഉപദേശമാലല്ലേ ഇവര് വാടാപോടാ ബന്ധമാണ്. നിങ്ങള് കുട്ടിക്കാലം തൊട്ടപ്പോ ഒരുമിച്ചാണോ? 5-6 വർഷമാവും. ഒരേ ഏരിയ ആണ്, എന്നാലും നമ്മൾ കണ്ടുമുട്ടാൻ കുറച്ച് എന്താണ് ലേറ്റ് ആയി? ഇത്രയും ഒരേ സ്ഥലത്തായിട്ട്. നമ്മള് വേറെ സോണ. എന്റെ കൊച്ചിലെ എനിക്ക് കൂടുതലും ക്രിക്കറ്റിനോടാണ് താല്പര്യം. ഞാൻ ആ ഒരു വഴിക്ക് അങ്ങനെ പോയി. അപ്പോഴേക്കും ഇവര് ആ ഒരു വഴി അവരുടേതായിട്ടുള്ള വഴിക്ക്. പിന്നെ നമ്മള് കളിക്കാനൊക്കെ ടീമും സ്ഥലങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോ വീണ്ടും ഒരുമിച്ച് നമ്മളൊരു ടീം ഉണ്ടാക്കി അങ്ങനെ കളിക്കാനൊക്കെ പോയി. അങ്ങനെ ഈ ഒരു ഐഡിയയിലോട്ട് എത്തി. അങ്ങനെ ഒരുമിച്ചാണ്. പിരിയാത്ത കൂട്ടുകാരായിരിക്കും. റിയൽ ലൈഫിലും ഒക്കെ ഫ്രണ്ട്സ് ആണ്. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ട് എന്താ ശരിക്കും? ബോണ്ട് മെയിൻ ആയിട്ട് നമ്മൾ സമപ്രായക്കാരായിരുന്നെങ്കിൽ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം വരും. ഇപ്പോ എന്നെ കട്ട് ഏജ് കുറവ് വരും, ഇവരെ കട്ട് ഏജ് കുറവ്, അവനെ കട്ട് ഏജ് കുറവ് വരും. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒറ്റ വേയിലങ്ങ് പോകും. അടിയില്ല, പരസ്പരം സംസാരങ്ങളില്ല. നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അവന്റെ കൂടെ. ഇതിപ്പോ ആര് തീരുമാനം എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ ഇൻഫാക്ട് ഇവനായിരുന്നാൽ പോലും ഇവന്റെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കും. അവിടെ പോ ഇവിടെ പോ, എന്താ എങ്ങനെ പോവാം, എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവന്റെ അഭിപ്രായം അതാണെങ്കിൽ നമുക്ക് അതാണ്. മെജോറിറ്റി അങ്ങനെയാണ്. അല്ലാതെ ആ ഒരു ഇതില്ല. എല്ലാവർക്കും ഒരേ അഭിപ്രായം, ഒരേ മെന്റാലിറ്റി, ഒരേ മൈൻഡ്, ഒരു മനസ്സും അങ്ങനെയാണല്ലേ? ഇപ്പൊ എല്ലാവർക്കും പ്രണയമുണ്ട്. നിങ്ങൾ കമ്മിറ്റഡ് ആണോ അതോ പ്രണയം ഉണ്ടോ? ഇവർക്ക് 3 പേർക്കുണ്ട്. ഞാൻ ഞാൻ സിംഗിളാണ്. ഇവർക്ക് പറ, അങ്ങോട്ട് തുറന്നു പറ. കാമുകി അറിയും, എന്നാലും ഇല്ല അവരുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ അവിടാന്ന്. പാസ് ചെയ്തു. നമുക്കിപ്പം സ്നേഹം ഇപ്പൊ എല്ലായിടത്തും തോന്നാലോ. പൂക്കിയുടെ വീഡിയോ ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ആയിരുന്നു ശരിക്കും. അങ്ങനെ ഒരു പൂക്കി ഉണ്ടെങ്കിലല്ലേ അത്രയും നല്ല റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റുമോ? അല്ല, അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. കണ്ടാൽ തന്നെ ഏത് പെണ്ണും വീണു പോകും. സത്യം പറയാലോ, എനിക്ക് ഇവരെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ചിരി വന്നു. എന്താ വെച്ചാ നമ്മൾ ജഗദീശൻ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ ഈ റീലിലൊക്കെ ചെയ്യുന്ന പിള്ളേരോടൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ കോമഡിയൊക്കെ കുറച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്ന്. പണ്ടത്തെ കോമഡി അപ്പുക്കുട്ടനൊന്നും ഇപ്പൊ വർക്കൗട്ട് ആവില്ല. അത് നിങ്ങളെയൊക്കെ കണ്ടിട്ടായിരിക്കും. ഇങ്ങനെ ചിരിപ്പിക്കാന്ന് പറയുന്നത് വലിയൊരു കഴിവല്ലേ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കണ്ടന്റ് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് ഇങ്ങനെ എടുക്കാനായിട്ട്? കണ്ടന്റ് എല്ലാം ചേട്ടൻ മെയിനാണ്. ഡിസ്കസ് ചെയ്യും, സംസാരിക്കും. നേരത്തെ പറഞ്ഞ ലൈഫിൽ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് നമ്മളെ വായി നിന്ന് ഇങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് ഇപ്പം നമ്മളത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ആ ഒരു റിലേറ്റ് അങ്ങനെ എടുക്കുന്നതാണ്. അങ്ങനെ പ്രീ പ്ലാൻഡ് ഒന്നുമല്ല. നമ്മൾ എവിടെയെങ്കിലും സ്പോട്ടിലൊക്കെ പോയിട്ട് ഇതേപോലെ സംസാരിക്കുമ്പോൾ ഇതായിരുന്നാലും നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അവിടെ തന്നെ നമ്മുടെ ഇന്നർ സർക്കിളിനകത്ത് തന്നെ ഒരു ഫണ്ണും സംഭവങ്ങളും. അതായത് വേറെ ആരെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 4 പേര് മാത്രം അടിച്ചിരിക്കും, പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. നമ്മൾ കണ്ണ് വെച്ച് നോക്കി ചിരിക്കും. കളിക്കാൻ പോയിരുന്നു കഴിഞ്ഞാലും ഇവിടെ വെച്ച് കണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരാളെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അയാൾ എന്താണ് നമ്മൾ ഇതില്. അങ്ങനത്തെ ഒരു ഇതില് അങ്ങനെ ഒരു ഇന്നറായിട്ട് നമുക്കൊരു ബോണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ സംസാരിച്ച് റിയൽ ലൈഫാണ് ശരിക്കും നിങ്ങൾ കണ്ടന്റ് ആക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നത്? അത് നമ്മൾ മാത്രമല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട്
കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇതേപോലെ ഈ പിണങ്ങുന്ന ആൾക്കാരായിരുന്നാൽ പോലും, പൂക്കിയായിരുന്നാൽ പോലും, ഇപ്പൊ എന്തെങ്കിലും ട്രിപ്പ് പോയിട്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ട് വരാത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഓരോ കോണ്ടന്റ്സ് ആണ്. അതൊന്ന് വിപുലീകരിച്ച് ടച്ച് ചെയ്തെടുക്കുന്നു. പിന്നെ മുന്നോട്ട് ഇങ്ങനെ ചിരിപ്പിക്കുന്ന വീഡിയോ തന്നെ ചെയ്യാനാണോ ഇഷ്ടം? നമ്മള് ചെയ്തു തുടങ്ങിയ സമയത്ത് ഇതിലോട്ട് വരുന്നതിന് മുമ്പുള്ള സമയത്ത് കൂടുതലായിട്ട് നമ്മൾ സിനിമ അതേപോലെ സംഭവങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മളെ വോയിസ് ഓവർ അല്ലാത്ത സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടുതൽ നോക്കിയപ്പോഴത്തേക്ക് ഇതിലാണ് സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലായി. അതായത് നമ്മൾ നമ്മുടേതായിട്ടുള്ള വോയിസിൽ നമ്മുടേതായിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടുമ്പോൾ അത് കുറച്ച് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമാവുമെന്ന് മനസ്സിലായി. പിന്നെ അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും ഇനി അങ്ങോട്ടും ഇതേപോലത്തെ കണ്ടന്റ് ഇടാനാണ് ഇഷ്ടവും താല്പര്യം. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്, പബ്ജിയുടെ ഫുൾ ഫോം എന്താണ്? നിങ്ങളായിട്ടിട്ട് ഒരു ഫുൾ ഫോം ഉണ്ടല്ലോ, എന്ന് പറഞ്ഞേ, ഓർമ്മയുണ്ടോ? പണിയില്ലാത്ത ഉണ്ണാക്കന്മാർ ഭരിക്കുന്ന ഗെയിം. എങ്ങനെയാണ് അത്? ആരുടെ തലയിൽ ഉദിച്ച ഐഡിയ? എല്ലാം ജിഷ്ണു ആണ്. കണ്ട ജിഷ്ണു എല്ലാം സ്വയം. ഇപ്പൊ ഏതെങ്കിലും വീഡിയോ കാണുമ്പോ നമ്മളാണെന്ന് പറഞ്ഞ് ചിലപ്പോ ആൾക്കാർ അഹങ്കരിക്കും, ഫ്രണ്ട്സ്. പക്ഷെ എല്ലാം ജിഷ്ണുവിന് തന്നെ കൊടുക്കും ആ ഒരു പട്ടം. എല്ലാം പറഞ്ഞു പഠിപ്പിച്ചു. ചേട്ടൻ എല്ലാരും. അപ്പൊ എത്ര വയസ്സായി? എനിക്ക് 22. 22 ആയിരുന്നോ? 25, 17. 22 അല്ല 19. അത് ചെറിയ കുട്ടികൾക്ക് കാണുമ്പോ അസൂയ തോന്നുന്നു. നിങ്ങൾക്ക് ഇത്ര ചെറിയ പ്രായത്തിലേ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കയ്യിലെടുക്കാന്നൊക്കെ പറഞ്ഞ ഈ സിനിമയൊക്കെ ആണോ ആഗ്രഹം? എല്ലാവരുടെ ആഗ്രഹം എന്താ? ഇതുവരെ ലക്ഷ്യാഗ്രഹം അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നവരത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒരുപാട് സ്നേഹം മാത്രം. അവരുടെ അടുത്തൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് ഒരുപാട്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുടെ താല്പര്യം നമ്മൾ എടുക്കണമല്ലോ. അപ്പോൾ ചിലവർ ഇങ്ങനത്തെ ഓരോ പോയിന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയും, എടാ ഇങ്ങനെ ഇത് ഓക്കെയാണ് ഇതാണ് എന്നൊക്കെ പറയും. അപ്പോഴേ നമ്മളത് സ്വീകരിക്കുന്നില്ല. കമൻറ്റ് അങ്ങനെയല്ല, നമ്മൾ ഇൻബോക്സ് അതല്ലേ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾ റിപ്ലൈ എടുക്കാറുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് അങ്ങനെ ഒരുപാട് സന്തോഷം. ഇങ്ങനെയായിട്ടുള്ളത് പൊക്കി അടിയാണല്ലേ? ഇങ്ങനെ അടിക്ക് എപ്പോഴും അടി കിട്ടുന്ന ആളാണ് അനന്തുവിനാണ്. എപ്പോഴും അടി കിട്ടുന്നത്. അടിയൊക്കെ കുറെ റീടേക്ക് എടുക്കുമോ? റീടേക്ക് എടുക്കും, ഒരുപാട് എടുക്കും, കിട്ടാറുണ്ട്. അങ്ങോട്ടും നിങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ കിട്ടിയിട്ടില്ല അല്ലേ? അടി വാങ്ങുന്നയാള്. ക്രഷാണെന്ന് പറഞ്ഞു വരാറുണ്ടോ പൂക്കികള്? അങ്ങനെയല്ല, അങ്ങനെ എന്നാലും ഉണ്ടെന്നും പറയില്ലെന്നും പറയാം. അപ്പൊ നിങ്ങള് 2K കിഡ്സ് ആദ്യം പറയാം. 2K കിഡ്സിന് ഭയങ്കര കുറ്റം പറയുന്ന ആൾക്കാരെ ഇപ്പൊ മൊത്തം. നിങ്ങൾ പ്രണയിച്ച പെട്ടെന്ന് ചതിക്കും, നിങ്ങളെല്ലാം സിറ്റുവേഷൻഷിപ്പ് ആണെന്നൊക്കെയാ പറയുന്നത്. അതിനൊക്കെ യോജിക്കുന്നുണ്ടോ? ഇല്ല, അതൊന്നും ഇഷ്ടമല്ല. എങ്ങനെയാണ് പിന്നെ അനന്തുവിന്റെ മനസ്സിലൊരു പ്രണയം? ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്കൂളിൽ പോലെ ഒരു ക്രഷ് ഉണ്ടായിട്ടില്ല? നുണയാണ്. ഉണ്ടായിട്ടുണ്ട്. അതേപോലെ പോവുകയും ചെയ്തു. അപ്പൊ പോയവരൊക്കെ ഇപ്പൊ വീഡിയോ ഒക്കെ കാണുമ്പോ തിരിച്ചു വന്നിട്ടുണ്ടോ? ഇതുവരെയൊക്കെ ഇല്ല. വേറെ ലൈന് സെറ്റ്. അപ്പൊ സങ്കല്പം അങ്ങനെ സങ്കല്പമൊന്നുമില്ല. എനിക്ക് എൻ്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. സോ അമ്മയെപ്പോലെ ഒരാള്, അതായത് അമ്മയുടെ സ്വഭാവം ആ ഒരു ടൈപ്പ്, ഇത് മോസ്റ്റ് ഓഫ് എല്ലാവരും പറയുന്നതാണ്. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ക്ഷമാശീലതയുള്ള ആളാണ് എൻ്റെ അമ്മ. അപ്പം അതേപോലെ ഒരു കൊച്ചി, എന്നാലും അവരുടെ ഫ്രീഡത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മളുടെ പ്രയോറിറ്റി അവരറിഞ്ഞ് ഗിവ് ആൻഡ് ടേക്ക് പോളിസി, അങ്ങനെ ഒരു കുട്ടിയായിരിക്കണം. വീട്ടുകാരെയും നന്നായിട്ട് നോക്കണം അല്ലേ? അതാണ് മെയിൻ. ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നോക്കില്ല, ഭർത്താവ് മാത്രം മതി. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരോട് നോ പറയോ? തീർച്ചയായും പറയും. ഫാമിലി ഈസ് ഫസ്റ്റ്. അച്ഛന്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്? അമ്മയൊക്കെ വീഡിയോ ചെയ്യുമ്പോ എന്താ പറയാ? അമ്മ എന്താ പറയാ? വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണതിന്റെ അപ്പം തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പം ചിരിക്കുക, ഒരുപാട് ചിരിക്കുകയും ചെയ്യും. ഒരു ദിവസം കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പറയും ഇന്ന് വീഡിയോ ഒന്നും ഇല്ലേ, വീഡിയോ കാണിച്ചാന്നൊക്കെ പറയും. അങ്ങനെ കാണിച്ചു. അമ്മയാണോ? ഇവന്റെ അമ്മ മാത്രമല്ല, ഇവന്റെ ചേച്ചിയുണ്ട്. ഫസ്റ്റ് ഇതേപോലെ നമ്മൾ ക്യാമറ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേടുത്ത് എനിക്കപ്പോഴത്തേക്ക് 2022 തോന്നുന്നു. അതായത് ഒരു 3 വർഷത്തിന് മുമ്പേക്ക് എനിക്കങ്ങനെ വലുതായിട്ട് നമ്മൾ പരിചയം സ്റ്റേബിൾ ഇല്ലാത്ത സമയത്ത് ലോൺ EMI എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് നോ പറഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ ചേച്ചിയുടെ ഇതിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് അല്ല, ഇവന്റെ ചേച്ചിയുടെ ആധാർ സംഭവം ഇവന്റെ ചേച്ചിയുടെ നോമിനി നിന്നാണ് എടുത്തത്. അപ്പോഴേ അതുകൊണ്ട് ഇവന്റെ ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ ഭയങ്കര അമ്മ
നേഴ്സാണ്, ഹോസ്പിറ്റൽ നേഴ്സാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെ ആൾക്കാർ അമ്മയടുത്ത് ഭയങ്കരമായിട്ട് എന്നെക്കുറിച്ച് സംസാരിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് ഇതേപോലെ ചെറിയ ചെറിയ സന്തോഷം കൊടുക്കണം എൻ്റെ സന്തോഷം. അമ്മ സന്തോഷമായിട്ടിരിക്കുന്നതാണ് എൻ്റെ സന്തോഷം. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഇഷ്ടം, ഇത് ഹാപ്പിയാണ്. ആ ഒരു മൈൻഡിൽ ഞാൻ ഹാപ്പിയാണ്. അമ്മ നേഴ്സാണ്, അപ്പൊ അമ്മ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അമ്മ ഭയങ്കരമായിട്ട് നേഴ്സുമാരുടെ ഒരുപാട് കഷ്ടപ്പാടുണ്ടല്ലോ. അമ്മ ഇങ്ങനെ അങ്ങനെയൊക്കെ വന്ന് പറയോ? ഭയങ്കര നേഴ്സ് ജോലിയെ കുറിച്ചൊക്കെ വന്ന് പറയോ? അമ്മ ഏകദേശം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ നേഴ്സാണ്. അതായത് ഏകദേശം ഒരു 25 വർഷമാവും അമ്മ നേഴ്സിംഗ് ഫീൽഡിലാണ്. അപ്പോൾ അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷേ കഷ്ടപ്പാടിനെക്കാട്ടി അമ്മ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കായതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നേഴ്സിംഗ്. എനിക്ക് അമ്മയെ ഒരു നേഴ്സായിട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അഭിമാനമാണ്. ഇനി ഇപ്പയും കോവിഡൊക്കെ ഉള്ള സമയത്ത് അമ്മയുടെയൊക്കെ ഒരു ലൈഫ് ഭയങ്കര നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ ഭയങ്കര ഒരു വിഷമമായിട്ടുള്ള അന്നേരമൊക്കെ എങ്ങനെയായിരുന്നു അമ്മ? നമ്മളെ ഡെയിലി ജീവിതം അങ്ങനെ, നമ്മളെ ഡെയിലി വേജസ് അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ അത് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. പിന്നെ അമ്മ മാത്രമല്ല, നമ്മൾ മാത്രം ഒരുപാട് പേര്, കേരളത്തിൽ ഒരുപാട് പേര് അത്രയും കഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മുടെ കഷ്ടപ്പാടും ചെറുതായിട്ട് നമുക്ക് തോന്നാറുള്ളൂ. ബാക്കിയുള്ളവർ ഇതിനെക്കാട്ടിയും കഷ്ടപ്പെട്ടവരുണ്ടായിരുന്നു. അപ്പോൾ നേഴ്സായതുകൊണ്ട് അമ്മ ആ സമയത്ത് നേഴ്സുമാർക്കൊന്നും അങ്ങനെ സർവീസ് അപ്പോഴും ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്കും ഒരിക്കൽ കോവിഡ് വന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്തൊന്ന് ഓക്കെ. നിങ്ങളുടെ അമ്മയാണോ അച്ഛനാണോ ഏറ്റവും സപ്പോർട്ട്? അമ്മയാണ്. അമ്മ എന്താ പറയുന്നത്, വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കഴിവുകളുണ്ടോ മക്കളെ എന്ന് പറയോ? നമ്മളെപ്പോഴും ഇതൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നൊക്കെ പോണത്, വീഡിയോ എടുക്കണത് അങ്ങനെയെന്നൊക്കെ പറയും. വേറെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പൊ അച്ഛന്മാരെ എന്താ പറയാറ്? ഒന്നും പറയാറില്ല. വീഡിയോ കാണാറുണ്ടോ? വീഡിയോ കാണിച്ചു കൊടുക്കാം, ഇങ്ങനെ ഇരിക്കും. അച്ഛൻ എന്ത് ചെയ്യാ? ആട്ടോ ഡ്രൈവറാണ്. ഇപ്പം ആട്ടോയൊക്കെ കൊടുത്ത് വീട്ടിൽ വയ്യ. അച്ഛന് വയ്യേ? ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഓട്ടോ ഓട്ടിൽ നിർത്തി. ഇപ്പം വീട്ടിൽ തന്നെ. അപ്പൊ അമ്മ പണിക്ക് പോകുന്നതാണ്? അമ്മയും വീട്ടിൽ തന്നെ. പിന്നെ തൊഴിലുറപ്പ് അങ്ങനെ അല്ല, ചേച്ചി ജോലിക്ക് പോകണം. അപ്പൊ ഇനിയിപ്പം പണിയെടുത്തിട്ട് ഇതല്ല, അതാ നിങ്ങൾ ഇതൊരു പ്രൊഫഷൻ ആക്കാത്ത അല്ലെ? പണിയെടുത്തിട്ട് ഇനി വീട്ടിലെ അച്ഛനമ്മയും നോക്കണം എന്നാണോ ആഗ്രഹം? അച്ഛനമ്മയെ ആഗ്രഹം. അപ്പൊ എന്ത് പണിയാ ഇഷ്ടം? ഇതുവരെയൊക്കെ അങ്ങനെ ഒരു പണി ഇഷ്ടമില്ല. ഇനി എന്തെങ്കിലും ഒക്കെ നോക്കണം. പക്ഷെ എന്നാലും അവരൊന്നും പറയുന്നില്ലല്ലോ അല്ലെ? ഇങ്ങനെ സപ്പോർട്ടായിട്ട് നിക്കുവാണല്ലോ. ചേച്ചിയാണ് അപ്പൊ ഫുൾ സപ്പോർട്ട്. ചേച്ചി സപ്പോർട്ടാണ്. ഇങ്ങനെ അച്ഛൻ എന്താ പറയാറ്? അച്ഛൻ എന്ത് ചെയ്യുക? എൻ്റെ അച്ഛൻ ആട്ടോ ഡ്രൈവർ. ഒരേ സ്റ്റാൻഡിലാണ് എൻ്റെ അച്ഛനും ഒരേ സ്റ്റാൻഡിലാണ്. അച്ഛൻ അങ്ങനെ ഞാനും അച്ഛനായിട്ട് അങ്ങനെ വലിയ ഇമോഷണൽ കണക്ഷൻ ഒന്നും ഇല്ല. ത്രൂ അമ്മ വഴിയാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ അച്ഛന് ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് വേറെ ഓട്ടോക്കാർ അവർ കാണിച്ചു കൊടുക്കും വീഡിയോ. അപ്പോൾ അത് ഒരുപാട് കണ്ടിട്ട് അമ്മയുടെ അടുത്തൊന്ന് പറയുമെന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ വീഡിയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ജോലിക്കുന്ന പോലെ അങ്ങനത്തെ ഇപ്പം എല്ലാ വീട്ടിലും എല്ലാ അച്ഛന്മാരും പറയും. പക്ഷെ നേരത്തെ പറഞ്ഞാൽ അമ്മയാണ് സ്ട്രെങ്ത്. എല്ലാം അമ്മ ഡീൽ ചെയ്തു നിന്ന് കൊടുത്താൽ മതി. അച്ഛനുമായിട്ട് ഉടക്കാണോ? ഇല്ല, കൂടുതൽ ഇമോഷൻ കണക്ഷൻ അങ്ങനെ ഇല്ല. അമ്മയാണ് കൂടുതലും. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയായിട്ടാണ് ഭയങ്കര ഇമോഷൻ. അച്ഛനാണ് നമ്മളെ കൊച്ചിലെ ആൺകുട്ടികളെല്ലാം അമ്മയായിട്ടാണ്. നമ്മളെല്ലാം അങ്ങനെയാണ്, അമ്മയായിട്ട് നമ്മളെ വീട്ടിലെ എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അമ്മ വഴിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ അറിയാന്നുള്ള അമ്മയ്ക്കാണ്. ഈ ഒരു ഫീൽഡായിരുന്നാലും എന്താണെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ആവും. അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഒരുപാട് സപ്പോർട്ടാണ്. ഇവരെ വീട്ടിൽ അങ്ങനെയാണ്. ഇവന്മാരുടെ അമ്മമാരും ഇവരുടെ അടുത്ത് കൂടെ എൻ്റെ അടുത്ത് സംസാരിക്കും. കാരണം ഞാനാണ് ഇവരെ എല്ലാത്തിനും ഇതേപോലെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. ഇവർ വീട്ടിൽ വിളിക്കാറില്ല, ഇവർ പറയും. അതുകൊണ്ട് ഇവരെ അമ്മയെന്ന് അങ്ങനെ പരാതി പറയാറില്ല. ഭയങ്കര സപ്പോർട്ടാണ് ഇവരമ്മയ്ക്ക്. ജിഷ്ണുവിന്റെ കൂടെയാണ് എല്ലാരും സേഫ് ആണെന്നാണ് അമ്മമാര് അതൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തിനും വിളിച്ചു ചോദിക്കുന്ന ഒരാള് ജിഷ്ണു ആയിരിക്കും. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ആദ്യത്തെ കരിക്ക് എപ്പിസോഡൊക്കെ കരിക്ക് വീഡിയോ ചെയ്യുന്നവരെയാണ്. അവരെല്ലാവരും സിനിമയിൽ എത്തുകയും ചെയ്തു. ഇപ്പൊ വലിയ സ്ഥാനത്ത് എത്തുകയും ചെയ്തു. നല്ലൊരു ഹൈപ്പ് കിട്ടി. അപ്പൊ നിങ്ങൾ അവരെയൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടോ? അപ്പൊ അതുപോലെയൊക്കെ എത്തുന്ന ഒരു ഉറപ്പുണ്ടോ? പണ്ട് കാണാറുണ്ട്. അപ്പം ഇതേപോലെ പറയും അവരൊക്കെ കിടിലാണ്, അവരെയൊക്കെ പോലെ കൂടുതലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പൊ ഈ ഫീൽഡിൽ ഒരുപാട് പേര് റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പം അവര് റീൽസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഐഡിയ സംഭവങ്ങളൊക്കെ കിട്ടും. അവരെ റീൽസ് ചെയ്യുന്ന എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പൊ കരിക്ക് ടീമായിരുന്നാലും അവരുടെ എല്ലാവരെയും ഭയങ്കര ആരാധകരാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ് അവർക്ക്. അപ്പം ഫ്രണ്ട്സ് അങ്ങനെയൊന്നുമില്ല, അല്ലാതെ നമ്മളേതായിട്ടുള്ള ഒരു ഇതിൽ ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. ഒരു ഐഡന്റിറ്റി, സ്വന്തം ഐഡന്റിറ്റി. ശരിക്കും ബർത്ത്ഡേ സ്റ്റാറ്റസ് ഇടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ആയിരിക്കും. ഇങ്ങനെ നീണ്ട ബർത്ത്ഡേ സ്റ്റാറ്റസ് ആയിരിക്കും. ആ ഒരു കണ്ടന്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ അദ്വൈതം എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യുണ്ട്. നമ്മള് സിദ്ധു എന്ന് വിളിച്ച് കളിയാക്കും. അപ്പൊ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ തുറന്ന ഫസ്റ്റ്, അതായത് നമ്മളൊരു 8 മണിക്ക് എണീറ്റാലും 9 മണിക്ക് 10 മണിക്ക് 11 മണിക്ക് എണീറ്റാലും ഫസ്റ്റ് സ്റ്റാറ്റസ് കാണുമ്പോൾ ഒരു 10 പെൺകുട്ടികളെ സ്റ്റാറ്റസ് ഹാപ്പി ബർത്ത്ഡേ. ഒരു ആൺകുട്ടികൾ മെജോറിറ്റി കുറവാണ് പെൺകുട്ടികൾ. അപ്പൊ നമ്മളിവനെ കളിയാക്കും. അതായത് പരസ്യമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ കളിയാക്കും, എവിടെ നിന്ന് ഇത്ര പെമ്പിളരെന്നൊക്കെ. അപ്പൊ അവൻ നമ്മളെ കൂടെ ചിരിക്കും. അങ്ങനെയാണ് ആ ഒരു
ഇതിലോട്ട് എത്തി. അങ്ങനെ ഒരുപാട് പേര് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് പേര് തന്നെ ഇവിടെ ഉണ്ട്. എന്നുവെച്ചാ ഒരു ബർത്ത്ഡേ സ്റ്റാറ്റസ് ഇങ്ങനെ കൊറേ ഇടുന്നവരുണ്ട്. നമ്മളും വിചാരിക്കാൻ ഒരു ദിവസം ഒരു ബർത്ത്ഡേ സ്റ്റാറ്റസ് ഉണ്ടാവും. പിന്നെ 1000 റീൽ അയച്ചിരുന്നവര് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റില്ല. ഇതിലാണ് ഏറ്റവും കൂടുതൽ റീൽ അയക്കുന്നത്. ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിലായിരിക്കും. അത് നമ്മളെ കണ്ട റീൽസ് തന്നെ വീണ്ടും വീണ്ടും അയക്കും. അത് 2 പ്രാവശ്യമൊക്കെ അയക്കും. അപ്പം പറയോ നിങ്ങള്? പറയും ഒരുപാട് കളിയാക്കും. പിന്നെ പെൺകുട്ടികളുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യുന്ന ആരാ? അത് നേരത്തെ പറഞ്ഞ അപ്പൊ അദ്വൈത് ഒരു കോഴിയാണോ? പറഞ്ഞാൽ ആ പകുതിയാണ് പകുതിയല്ല. അപ്പൊ നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ വായി നോക്കുന്ന ആള്? എല്ലാവരും ഈക്വൽ ടു ഈക്വൽ. നമുക്ക് ഒരുപാട് ഗേൾസ് കമ്പനി ഉണ്ട്. അവരുടെ ലൈഫും അവരുടെ കാര്യങ്ങളൊക്കെ അറിയുമ്പോ അങ്ങനെ പഠിച്ചതാണ്. അങ്ങനെ പഠിച്ചാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പെൺകുട്ടികളെ, ഒരു പെണ്ണിനെ കാണുമ്പോ ആദ്യം നിങ്ങള് നോക്കുന്ന എന്താണ്? കണ്ണാണ്. കണ്ണും ചിരിയാണ്. നിങ്ങള് ജിഷ്ണുവിനോട് ഞാനൊരു കോമഡി ഇവിടുന്ന് ചെയ്യാൻ പറഞ്ഞപ്പോ എല്ലാരും ഇൻട്രോവേർട്ട് ആണെന്നാ പറഞ്ഞത്. ശരിക്കും അങ്ങനെയാണോ നിങ്ങള്? ചെറുതായിട്ട്. എങ്ങനെയാണ് ഇൻട്രോവേർട്ട് ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്? അതെന്താ? നിങ്ങള് 4 പേരും ചെയ്യും, ലോകം മൊത്തം കാണും, അപ്പം കുഴപ്പമില്ല. അപ്പൊ ഈ സ്റ്റേജ് പരിപാടിയൊക്കെ ചെയ്യാനാണോ ഉണ്ടോ ഒരു മടി? ഉറപ്പായിട്ട് ഒരു പേടി. 10ാം ക്ലാസ്സിൽ സ്റ്റേജ് കയറിയതാണ്. 10ാം ക്ലാസ് കയറിയതാണോ? ആനിവേഴ്സറിക്ക് ട്രോഫി വാങ്ങിയ എന്തിനായിരുന്നു ട്രോഫി? ഇതേപോലെ അങ്ങനത്തെ സംഭവം, ചെറിയ ചെറിയ കാര്യങ്ങൾ. മിഠായി വെറുക്കലോ? അല്ല, പണ്ടൊക്കെ പിന്നെയൊക്കെ ഉറക്കല്ലേ സംഭവം. മിഠായി വെറുക്കലിന് 10ാം ക്ലാസ്സിലില്ല. ഉദ്ദേശിച്ച 4-5. അല്ല, ഞാൻ പണ്ടോട്ട് ടിക്ടോക്കിലാണ് നമ്മളെ ഇവരെ പരിചയത്തിന് മുമ്പ് നമ്മള് പരിചയമുണ്ട്. അപ്പൊ നമ്മള് ടിക്ടോക്ക്, ഇവ മെയിൻ ക്യാമറമാനെ ഞാനായിട്ട് അപ്പൊ നമ്മളിടും, റീച്ച് കിട്ടില്ല, ഡിലീറ്റ് ആക്കും, ഇടും, ഡിലീറ്റ് ആക്കി, ഇടും, ഡിലീറ്റ് ആക്കും. അങ്ങനെയായിരുന്നു. ഇടയ്ക്ക് അതോ ടിക്ടോക്ക് ഡിലീറ്റ് ബാൻ ആവാൻ നിന്ന സമയത്ത് ഒരെണ്ണം റീച്ചായി. അങ്ങനെ നമ്മുടെ മോദിജി ടിക്ടോക്ക് ഡിലീറ്റ് ആക്കിയ സമയത്തായിരുന്നു നമുക്ക് 2-3 വീഡിയോസ് കയറി ചെയ്ത്. അപ്പോൾ ഭയങ്കര ഒരു വിഷമമായി. അപ്പൊ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതന്നെ 2020 ശേഷമാണ്. അപ്പോഴേ അങ്ങനെ അതിലോട്ട് വന്നു. പിന്നെ ആദ്യമൊന്നും ഫോട്ടോസ്, ബൈക്കിലൊക്കെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ, മുഖം കാണിക്കാത്ത ഫോട്ടോസൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ചെറിയ സ്പൂഫുകളൊക്കെ ഒരുപാട്. അതായത് നമ്മളെ ഒരു ഡൈഹാർഡ് സൂര്യ ഫാനാണ്. അപ്പോൾ സൂര്യന്റെ ഒരുപാട് ഈ റൊമാൻറ്റിക് സാധനങ്ങളൊക്കെ എടുത്തിട്ട്, അതാകുമ്പോൾ ഒരാളുടെ ആവശ്യം മതി, പെണ്ണ് വേണ്ടല്ലോ നമുക്ക് സ്ത്രീയിൽ. അങ്ങനെ ഒരുപാട് ഇൻസ്പയർ ആയി. അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു. ഒരുപാട് പുള്ളിയുടെ തന്നെ ഒരുപാട് കട്ട്സ് വെച്ച് ചെയ്യുമായിരുന്നു. പിന്നെ അതിലോട്ടങ്ങ് ഒരു തൃപ്തി കിട്ടി തുടങ്ങി. അങ്ങനെ അതിലോട്ടങ്ങ് പോയി. സൂര്യ ഫാനാണെന്ന് പറഞ്ഞാൽ സൂര്യ കണ്ടായിരുന്നോ? തിരുവനന്തപുരത്ത് കാണാൻ വന്നായിരുന്നല്ലോ. അല്ല, അപ്പോഴും പോയിട്ടില്ല. ഞാൻ 2019 ടൈമിൽ ഒരിക്കൽ പുള്ളിയെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്താ സൂര്യ, വിജയേക്കാണ് കൂടുതൽ സൂര്യ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? അല്ല, വിജയ് ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് നമ്മുടെ 2009-10 ടൈമിലൊക്കെ ഒരുപാട്, അപ്പോഴാണ് ഫാൻഡം നമുക്കൊരു അറിവെന്ന് തുടങ്ങുന്ന സമയത്ത്. അപ്പോഴേ പുള്ളി ഭയങ്കര നമ്മളെ കോളേജിലൊക്കെ പെൺപിള്ളേരുടെ ഒക്കെ ഭയങ്കര ക്രഷായിരുന്നു. അതിനേക്കാൾ ഉപരി മെയിനായിട്ട് വിജയ് നമുക്ക് ഇഷ്ടമാണ്. ക്രഷായിരുന്നു പെൺകുട്ടിയൊക്കെ ക്രഷായിരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ ആ ടൈം, ഞാൻ വളർന്ന ടൈമിലൊക്കെ കൂടുതലും നമ്മുടെ ഈ പരീക്ഷ ചെയ്യുന്ന ബോർഡിലായിരുന്നാലും ബുക്കിലായിരുന്നാലും കൂടുതൽ നല്ല പടമായിരുന്നു. അതിലുപരി ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ്. വാരണാവരം, ഹാർഡ് കോർ വാരണാവരം ഫാനാണ്. പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി എന്തുകൊണ്ടും പുള്ളി ആപ്റ്റായി തോന്നി. നമുക്ക് ഒരു മുന്നിലൊരു പ്രതിബിംബമായിട്ട് ആരാധിക്കാൻ പറ്റിയ ഒരു പുള്ളി. ലൈഫിലായിരുന്നാലും നമ്മുടെ സിനിമയിലായിരുന്നാലും അങ്ങനെ ഭയങ്കര, ഇപ്പോഴും ഭയങ്കര ഇൻസ്പയർ ആണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ ആരുടെ ഫാനാ? സൂര്യ ഫാൻ. 2K കിഡ്സിന്റെ ഒരു വീഡിയോ ചെയ്തില്ല, പിണറായി അല്ല ഭരിക്കുന്നത്, 2K കിഡ്സ് ആണ് കേരളം ഗൾഫിൽ ഇറങ്ങിയിട്ട് ശരിക്കും ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുന്നത്. ഈ ഒരു അക്രമമൊക്കെ 2K കിഡ്സ് അധികം ചെയ്യുന്നോണ്ടാണ് ഇത് ചെയ്തത്. നിങ്ങളൊക്കെ 2K കിഡ്സ് തന്നെയാണ്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാൻ എന്താ കാരണം? അതിന് കുറെ നെഗറ്റീവ് ഒക്കെ വന്നായിരുന്നു നിങ്ങൾക്ക്? അല്ല, നല്ല ചിരിയാണല്ലോ. അങ്ങനെയല്ല, ആരെങ്കിലും ഒക്കെ പറഞ്ഞായിരുന്നു? അതായത് നമുക്ക് കോണ്ടന്റ് എടുത്ത് ഒരുപാട് പേര് നെഗറ്റീവ്സ് അങ്ങനെ വന്നിട്ടില്ല. നിങ്ങൾക്ക് നെഗറ്റീവ്സ് ഇല്ല, നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ല, നെഗറ്റീവ്സ് ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് ഫേക്ക് അക്കൗണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരെ കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളെ ഏതൊരു വീഡിയോയിൽ എന്തോ ചെറുതായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 4-7 ഒരു കമന്റ് ഒറ്റ അക്കൗണ്ടിൽ തന്നെ, അക്കൗണ്ട് ആരെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരുപാട്. അപ്പൊ നമുക്കൊക്കെ കാണുമ്പോൾ ചിരി വരും. അങ്ങനത്തെ ഒരുപാട് ബാഡ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ചിരി വരും. അപ്പം നമ്മളത് അങ്ങനെ എടുക്കാറില്ല, കൂടുതൽ പോസിറ്റീവ് എടുക്കാറുള്ളൂ. നമ്മൾ ഒരുപാട് പേര് സ്നേഹിക്കുന്ന സമയത്ത് ഇപ്പുറത്തുനിന്ന് ഒരാൾ പറയുമ്പോൾ നമുക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല.
നെഗറ്റിവിറ്റി ഒക്കെ പോസ്റ്റ് എല്ലാം കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലേ? എല്ലാം നിങ്ങളുടെ രാഷ്ട്രീയമൊക്കെ എന്താണ്? രാഷ്ട്രീയമില്ല. ഉള്ളി ഫ്രണ്ട്ഷിപ്പ്, മനുഷ്യത്വം, അത് സിനിമ ആ ഒരു ആരാധന അങ്ങനെയാണ്. സ്പോർട്സ്, സിനിമ, രാഷ്ട്രീയം വെച്ച് ബാക്കി എല്ലാത്തിലും നമ്മൾ എല്ലാത്തിലും ആക്റ്റീവ്. ക്രിക്കറ്റ് ആണ് ഏറ്റവും ഇഷ്ടം. ക്രിക്കറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ഏതാ? ധോണി, ധോണിയാണ്. MS ധോണി. സച്ചിൻ. സച്ചിൻ. ധോണി. ധോണി എന്താ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? തലയെ പറ, അത് പറ. ആൾവേസ് പവർ. പവർ. അല്ല, നമ്മള് ക്രിക്കറ്റ് കളിക്കുന്ന ആളായതുകൊണ്ട് തന്നെ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും സച്ചിൻ ഔട്ടായി കഴിഞ്ഞാൽ സിനിമ ഓഫ് ചെയ്യുന്നൊക്കെ. അതേപോലെ നമുക്ക് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കാലത്ത് പുള്ളി നമുക്ക് ഒരു ഭയങ്കരമായിട്ട് ആരാധിക്കാൻ പറ്റിയ ഒരു ഫിഗറാണ്. പക്ഷെ ഇപ്പം കളിക്കുന്നതായാലും ആസ് എ പേഴ്സണാലിറ്റി ഗ്രൗണ്ടിൽ ഭയങ്കര കൂളാണ്. ഒരുപാട് കാര്യങ്ങൾ തന്നെ പുള്ളിയുടെ പോസിറ്റീവ് പറയാനുണ്ട്. അതുകൊണ്ട് ആസ് എ ധോണി ഫാൻ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും പുള്ളി ആൾവേസ് കൂളാണ്. അതുപോലെ നമ്മളെ സ്പോർട്സ് ആയിരുന്നു കഴിഞ്ഞാലും ആശം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിജയത്തിൻ്റെ പുറകെ പോകരുത്, നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ട് കളിക്കുക, വിജയം നമ്മളെ പുറകെ വന്നോളൂ. പിന്നെ 2011 വേൾഡ് കപ്പ് വിന്നിങ് ടൈമൊന്നും ആർക്കും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളിയാണ് ഫസ്റ്റ്. തൊട്ട് ഇതേപോലെ അച്ചാമ്മയൊക്കെ കളി കാണാറുണ്ട്. അപ്പം ഇതേപോലെ പറയും സച്ചിൻ കിടിലോണെന്നൊക്കെ പറയും. പിന്നെ ചേച്ചി ഒരു സച്ചിൻ ഫാൻ ആയിരുന്നു. പിന്നെ അങ്ങനെ സച്ചിന്റെ കളിയൊക്കെ കാണാറുണ്ട്. അങ്ങനെ സച്ചിന് ഭയങ്കര ഇഷ്ടം. എല്ലാരും പ്ലേയേഴ്സ് ആണ്. നമ്മള് ഞായറാഴ്ച എന്നും വൈകിട്ട് കളിക്കാറൊക്കെ പോകാറുണ്ട്. ഫുട്ബോൾ ഇഷ്ടമല്ലേ? ഫുട്ബോൾ ഇഷ്ടമില്ല എന്നല്ല, അങ്ങനെ കളി ഇടയ്ക്കിടയ്ക്ക് കളിയാണ്. 1/2 മിനിറ്റ് ഓടിക്കാൻ നമ്മൾ ക്രിക്കറ്റ് ആകുമ്പോ റെസ്റ്റ് ഉണ്ട്. ക്രിക്കറ്റ് പിന്നെ മടിയന്മാരുടെ കളിയാന്നൊക്കെ പറയാറുണ്ട്, ശരിയാണോ? അത് ബാറ്റ് നോക്കി അടിക്കാൻ. ബോൾ എറിയാൻ അറിയണം. അല്ല, ഫുട്ബോള് മോസ്റ്റ്ലി നമ്മൾ ഫുട്ബോൾ കളിക്കാൻ നമ്മളെ ഏരിയയിൽ ഇവരെ പോലുള്ള പയ്യന്മാരായിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഏരിയയിൽ കൂടുതലും ക്രിക്കറ്റിനോടാണ് താല്പര്യം. ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്, നമ്മളെ ഏരിയയിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചേട്ടനുണ്ട്, ശ്രീജു എന്ന് പറയും. അപ്പം എൻ്റെ ഒരു കസിൻ ബ്രദറാണ്. ആ ചേട്ടനെ കണ്ടിട്ടാണ് ഞാൻ കൂടുതൽ കളിയും സംഭവം. ആശാനാണ് നമ്മളെ ഗുരു. നമ്മളെല്ലാവരും ഇപ്പോഴും ടീമിൽ കളി. ഇപ്പം എൻ്റെ 30 വയസ്സാവും, പക്ഷെ ഇപ്പോഴും ആശ നമ്മുടെ കളിക്കാനൊക്കെ വരുന്നുണ്ട്. നല്ല കളിക്കാരനാണ്. നമ്മളെല്ലാവരെയും കളി പഠിപ്പിച്ചതൊക്കെ ചേട്ടനാണ്. അപ്പോഴ് പുള്ളിയുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ ക്രിക്കറ്റിലോട്ടൊക്കെ ഇറങ്ങി തുടങ്ങുന്നത്. പിച്ച വെച്ച് തുടങ്ങിയത് ഗുരുവാണ്. അപ്പൊ ആ ടൈം തൊട്ടേ പുള്ളി നമുക്ക് ക്രിക്കറ്റിലൊരു ഇൻസ്പയർ ആണ് ഭയങ്കര. നിങ്ങൾ നേരത്തെ പറഞ്ഞു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ പണിക്കൊക്കെ ആൾക്കാർ പോകുമ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുമായിരിക്കും. അപ്പൊ ഒരു വീഡിയോക്ക് ഇടുന്ന ഒരു എഫേർട്ട് എത്രത്തോളം ഉണ്ട് എടുക്കാനായിട്ട്? ഒരുപാട് എഫേർട്ട്. ചില വീഡിയോസിനൊക്കെ നമ്മൾ 1.5 മിനിറ്റ് കാണുമ്പോഴൊന്നുമില്ല. ഇപ്പം അത് വീഡിയോ ചെയ്യുന്നവർക്ക് ഇൻഫ്ലുവൻസേഴ്സിന് മനസ്സിലാവും. ചില സ്പോട്ട് വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടക്കനെ എടുത്തങ്ങ് തീർക്കാം. ചില വീഡിയോസ് കുറച്ച് പാടൊക്കെ ഉണ്ട്. അതായത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരാൾ ആ റോഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവും. അപ്പോൾ അയാൾ ആ റോഡ് പാസ് ചെയ്ത് പോണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് അയാൾ ഇതിൽ നിന്ന് പോയതിന് ശേഷം മാത്രം അങ്ങനെ എടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ മോസ്റ്റ്ലി നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു റോഡുണ്ട്. അവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഫുൾ ടൈം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാറുണ്ട്. അത് നമുക്ക് ഡിസ്റ്റർബൻസ് അല്ല. നമ്മുടെ അകലെ പറയാൻ നമുക്കൊരു ഷൈ ഫീലാണ് ആൾക്കാർ വരുമ്പോൾ. അങ്ങനെ നമ്മൾ 4 പേരുള്ള ടൈം മാത്രമേ നമ്മളങ്ങനെ വീഡിയോ എടുക്കുക. നമ്മളെ വീഡിയോസ് ഉണ്ട് നമുക്ക് ഇതൊരു ചിരി വരാറില്ല. നമ്മൾ എഡിറ്റ് ചെയ്യും, കാണും, ഇങ്ങനെ ഇരിക്കും. ആൾക്കാർ പറയും അത് കൊള്ളാം, നല്ല വീഡിയോ ആണ്, ചിരിക്കും. നമ്മളെ വീഡിയോ ഉണ്ട് നമുക്ക് ഇതൊരു ചിരി വന്നിട്ടില്ല. ശരിക്കും ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ? ആരാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ? നമ്മുടെ വീട്ടുകാർ. അതായത് എൻ്റെ അമ്മ, ഇവരുടെ വീട്ടുകാർ, ഇവരെ അമ്മ എല്ലാവരും പോയതിന് ശേഷം പിന്നെ ഫ്രണ്ട്സ് അങ്ങനെ പുറത്ത് വീട്ടിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യും? വീട്ടിൽ നിന്നല്ല, പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഒരു നൈബർ ഉണ്ട്, പൂജ എന്ന് പറയും. അപ്പോൾ ആ കുട്ടി ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടാണ്. അതായത് നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഇതേപോലെ നമ്മൾ കോണ്ടന്റ് ഇടുമ്പോഴെന്നായിരുന്നാലും അങ്ങനത്തെ എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ വളരണം, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഒരു പിന്താങ്ങം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 2-3 ചേട്ടന്മാരുണ്ട്. അതായത് നമ്മുടെ ബ്ലഡ് റിലേഷൻ അല്ല, എന്നിരുന്നു കഴിഞ്ഞാലും ഒന്ന് അഖിലേഷ് ചേട്ടൻ എന്ന് പറയും, ഒന്ന് അരവിന്ദ് ചേട്ടൻ, പിന്നെ അവരുടെ ബ്രദേഴ്സ് തന്നെ അഖിലേഷ് ചേട്ടൻ്റെ ബ്രദേഴ്സ് അരുൺ ചേട്ടൻ, അഭിലാഷ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്, നിതീഷ് ചേട്ടൻ. അങ്ങനെ മെയിനായിട്ട് നമുക്ക് അഖിലേഷ് ചേട്ടനാണ് മെയിൻ. അഖിലേഷ് ചേട്ടൻ അതായത് നമ്മൾ ഇതേപോലെ ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിച്ചാണ് തുടങ്ങുന്ന പുള്ളിയെ. അപ്പോൾ പുള്ളി അതിനുശേഷം നമ്മളെ ഓൺ ബ്രദർ, അതായത് നമ്മുടെ ബ്ലഡ് ബ്രദറാണ്. എന്താവശ്യത്തിന് നമുക്ക് പോയി ചോദിക്കാൻ പറ്റിയ ഒരാളാണ് അഖിലേഷ് ചേട്ടൻ. അപ്പോൾ അഖിലേഷ് ചേട്ടൻ അത്രയ്ക്ക് നമുക്ക് ഈ ഒരു കാര്യത്തില്ല, പുള്ളി എപ്പോഴും നമ്മളെ, അതായത് ആസ് എ ഓൾഡ് ബ്രദർ നമ്മളെ എപ്പോഴും ഇതേപോലെ കാര്യങ്ങൾക്ക് ഇതേപോലെ നിങ്ങളെ ഫ്യൂച്ചർ എന്താണോ അതിനനുസരിച്ച് നോക്ക്, ഇതിനും ഭയങ്കര സപ്പോർട്ടാണ് പുള്ളി. വീഡിയോ ചെയ്യുന്നത് ഭയങ്കര സപ്പോർട്ടാണ്. അതിലുപരി പുള്ളിയെ കൂടുതലും ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള മൈൻഡിൽ നമ്മൾ സംസാരിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ ആ ചേട്ടൻ എപ്പോഴും ഇങ്ങനെ പറയും, നിങ്ങൾ ഇതിങ്ങനെ നടക്കുക, നിങ്ങൾ എന്തെങ്കിലും ജോലി നോക്ക്. പുള്ളി നമുക്ക് കൂടുതലും കുറേ ജോലി ഓഫർ കൊണ്ട് തരും. അപ്പം നമ്മൾ തന്നെ പുള്ളിയുടെ ചേട്ടാ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങനെ മനസ്സിലായി, ഇവന്മാർ
ഇവരുടേതായിട്ടുള്ള ഒരു വഴി, അതാണ് ഓക്കെ. പുള്ളി ഇപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ എടുത്ത സമയത്ത് നമ്മൾ ക്യാമറ വലുതായിട്ട് നമുക്ക് സൂട്ടബിൾ അല്ല എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഒരു ഐഫോൺ എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരുപാട് കിടന്ന് അലഞ്ഞു. അതായത് നമ്മളെ ഒരു ഫിനാൻസ് സെറ്റപ്പ് വലിയ സെറ്റപ്പ് ഒന്നുമല്ല. അപ്പോൾ അലഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഖിലേഷ് ചേട്ടൻ വഴി നമുക്ക് അരവിന്ദ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടൻ്റെ ഫാമിലിയും എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. അതായത് ചേട്ടൻ്റെ വൈഫായിരുന്നു അഞ്ജലി എന്നാണ്, ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ അരവിന്ദ് ചേട്ടൻ വഴിയാണ് നമുക്കൊരു ഫോൺ കിട്ടുന്നത്. ആ ഫോണ് മാത്രമല്ല, പുള്ളി നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ഭയങ്കര ബ്രദറാണ്. അപ്പം ഇവർ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയങ്കര സപ്പോർട്ട്. അസേ നമുക്കൊരു ബ്രദറായിട്ടും ഫ്രണ്ടായിട്ടും നമുക്ക് ഏത് സമയത്ത് എന്തിനു വേണോ പോകാൻ പറ്റിയ ഒരാൾ എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ്. ഇവരെ പറയാതെ നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല താഴ്ചയില്ല. ഇവർ രണ്ടുപേരും ഇതാണ് നമ്മളെ. ശരിക്കും പൈസ ഇല്ലാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. പൈസ ഇല്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളെ പൈസ ഇല്ലാത്ത നമ്മൾ പ്ലാൻ ചെയ്ത പല ട്രിപ്പുകളും മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വണ്ടർലേ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ വളരുമ്പോഴും നമുക്ക് അതിനുള്ള സമയമുണ്ട്, ക്യാഷ് സംഭവമായിരുന്നാലും ഉണ്ട്. എന്നാലും നമുക്കൊരു ഇത് വന്നില്ല. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം വഴി വീഡിയോ ചെയ്ത് ഒരാൾ പ്രൊമോഷന് വിളിച്ചിട്ട് അങ്ങനെ പ്രൊമോഷന് പോയപ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷമായി. അതായത് നമ്മളിപ്പോൾ റൈഡിനൊക്കെ പോകുമ്പോഴും നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്നുള്ളൊരു പ്രയോറിറ്റി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നമ്മൾ ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് നമ്മളങ്ങനെ കാണുന്നു എന്നുള്ളൊരു പ്രയോറിറ്റി നമുക്ക് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു പരിപാടിയാണ്. അതായത് ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നു എന്നതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് ഒരു സ്ഥാനം എവിടെ പോയാലും അവരുടെ സ്ഥാനം തരും. അത് ഭയങ്കര നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരോടും അതേ പറയാനുള്ളത്. നമ്മൾ സ്നേഹിക്കുന്നതിനോട് നമുക്ക് തിരിച്ച് അതേപോലെ സ്നേഹമേ ഉള്ളൂ. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കൂടെ? ഇൻകം ഒക്കെ അതിന്റെ അകത്തുനിന്ന് വരില്ലേ? യൂട്യൂബ് ചാനൽ ഉണ്ട്, പക്ഷെ വലുതായിട്ട് ആക്റ്റീവ് ഒന്നുമില്ല. ഇൻസ്റ്റേ പോലെ ആക്റ്റീവ് അല്ല. ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ചാറ്റ് സംഭവങ്ങളൊക്കെ നടക്കും. വീഡിയോ ഇടുന്നുണ്ട്, ഷോർട്സ് മാത്രം ഇടുന്നുണ്ട്. അങ്ങനെ ലോങ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യണം. സിനിമ തന്നെയാണോ അൾട്ടിമേറ്റ് ഡ്രീം? അല്ല, സിനിമ ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത തൊട്ടിട്ട് ആരും കാണത്തില്ല. കാരണം പ്രേക്ഷകരായിട്ടല്ല, നമ്മൾ സിനിമയിലും ആസ് എ ഡയറക്ടർ, ആക്ടർ, അങ്ങനെയൊക്കെ മ്യൂസിക്കിനെ പറ്റി ഒന്നും അറിഞ്ഞൂടെ. ഡയറക്ഷൻ പെട്ടെന്ന് പറ്റും എന്ന് വെച്ചാൽ എഴുത്തും ഡയറക്ഷനും കാരണം പറ്റില്ലേ അല്ലേ ജിഷ്ണുവിന്? ഇവർക്ക് എന്താ പറ്റുക? ഇങ്ങനെ ഓരോ സീനൊക്കെ ഇങ്ങനെ പറയും ചുമ്മാ നമ്മൾ കൂടിയിരിക്കുമ്പോ അപ്പൊ നമുക്ക് തന്നെ തോന്നും ഇതൊക്കെ ഒരു സിനിമയായിട്ട് എടുത്തു കഴിഞ്ഞാൽ കിടിലാവുമെന്നൊക്കെ പറഞ്ഞു പറയാറുണ്ട്. ഡയറക്ടർ ചെയ്യും നല്ലതായിരിക്കും ഇതും പറഞ്ഞു പഠിപ്പിച്ചു. അപ്പോ നല്ലൊരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഭയങ്കര ഇംഗ്ലീഷ്, നിങ്ങൾ എല്ലാവരും നല്ല ഇംഗ്ലീഷിൽ ഭയങ്കര ഫ്ലുവന്റ് ആണല്ലേ? എല്ലാ വീഡിയോയിലും ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് പറയാം. ഡയലോഗ് ഇംഗ്ലീഷില് എല്ലാരും വീക്കാണ്. മലയാളം ഇംഗ്ലീഷ് എല്ലാ തമിഴില് പുലികളാണ് സിനിമ സംസാരിക്കുന്നത്. സിനിമ വഴി നമ്മൾ പഠിച്ച കാര്യമാണ് തമിഴിലൊക്കെ ഒരു വീഡിയോ ചെയ്തുകൂടെ? ഇനി തമിഴ് ഓഡിയൻസിനെ കയ്യിലെടുത്തുകൂടെ? ഇങ്ങനെ അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടോ? അല്ല, നമ്മള് ഒരു വീഡിയോ ഇടയ്ക്ക് ചെയ്തപ്പോഴത്തേക്കും അത് ഏത് വഴിയോ തിരിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് പോയി. അതിന് ഒരുപാട് തമിഴ് ആൾക്കാർ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല, പക്ഷെ അവരുടെ ഒരു ഇമോജി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരുപാട് പേര് ലവും ചിരിയും സംഭവങ്ങളൊക്കെ വരും. പിന്നെ ഒരുപാട് ഒരു വോയിസ് അയക്കും കുറച്ച്, അതായത് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കും, അണ്ണാ ഇന്ത മാതിരി ഇതാന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, തമിഴ് മനസ്സിലാവും. അപ്പം പുള്ളി ഇതേപോലെ ഇവര് സപ്പോർട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പറയും. അതായത് നമ്മളെ വീടെന്ന് വെച്ചാൽ തമിഴ്നാട് ബോർഡറിന്റെ കുറച്ച് ഇപ്പുറത്താണ്. അപ്പം പെട്ടെന്ന് വീഡിയോ അങ്ങോട്ട് പോകും. അപ്പൊ നിങ്ങളിപ്പോ വണ്ടർലേ പോയി ആ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഞാനും നിങ്ങളോട് ഇങ്ങോട്ട് ഇന്റർവ്യൂവിന് വരുമെന്ന് ചോദിച്ചത്. ഒരു ജാടയില്ല നിങ്ങൾക്ക്, അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. എന്നുവെച്ചാൽ നല്ലൊരു എല്ലാവരുമായിട്ട് കൂളായിട്ടുള്ളൊരു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എന്താണ് ഇനി ഭാവി പരിപാടികളൊക്കെ പറഞ്ഞു? ഇനിയും ഒരുപാട് വീഡിയോ നാളെയൊക്കെ വരുമോ? നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇനി മിണ്ടുണ്ട്. പെൺപിള്ളേരോടൊക്കെ ജില്ലായി നിന്ന് നന്നായിട്ട് ഇടപെടണം. ഓക്കെ, ഇനി കമ്മിറ്റഡ് ആയാൽ അറിയിക്കണം. കാമുകിയൊക്കെ ആയിട്ടൊരു വീഡിയോ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഞാനാണ് ആദ്യം ഇന്റർവ്യൂ. അപ്പോ ഒരുപാട് താങ്ക് യു. നമ്മളെ ആരും അങ്ങനെ ഇന്റർവ്യൂവിനെ വിളിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. ഈ ഒരു സിറ്റുവേഷൻ നമ്മളെ ലൈഫിൽ ഒരിക്കലും മറക്കൂല. അതാണ്.